രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമുഖപാരിജാതം മനുഷ്യപൽപേഷു വിസ്വരൂപം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി ഗോകുലം. ഇന്ന് യുദ്ധകാണ്ഡം തുടങ്ങുകയാണ്. യുദ്ധകാണ്ഡത്തിൻ്റെ ആദ്യഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമ രമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ കുദശ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ രാമകഥാമുദപാനപൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ചാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ്യാകിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിനൻ. ചന്ദ്രാനനെ ചെവി തന്നു മുതാ രാമചന്ദ്രചരിത്രം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്തിതാധരൽ. ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ. ചിത്തെ നിരൂപിക്ക പോലും അശക്യമാമഭീഷതയോജനായതാമശ്രമം. ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടൻ എങ്ങനെ വാരിതിയെ കടന്നിടുന്നു. നക്ലാമകര ചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി. രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തിരുമാളാശു ചൊല്ലിയിടിനൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ചാനവിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരി കാണായ വാനരസഞ്ചയം. വന്യയിൽ ചാടണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരെല്ലിവർ. വാരിതിയെ കടപ്പാനുപായം വാർക്ക നേരമിനിക്കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം ബുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണയം. അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം ചെയ്തു ബന്ധിക്കിരുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാങ്കാരുഭുപതേ.
ഭക്തിശക്തിന്വിത മിത്രപുത്രോക്തികളിത്തമാകർണ്യകാകുൽസ്ഥനം തൽക്ഷണേ മുമ്പിലാമാവു തൊടുതു നിൽക്കും വായുസംഭവനോട് ചോദിച്ചരുളീടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടാമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവൻ. എന്നതു കേട്ടു തൊഴുതുവാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമധിൻ മൂർധിനി ലങ്കാപുരം. പ്രാണാഭയമില്ലയാതാ ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലുമുണ്ട് അതിശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളെ 7 ഏഴിനും 4 ഗോപുരാബന്ധിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഘാതമായി ചൊല്ലുവാൻ വേല യന്ത്രപാലബന്ധിയും. അണ്ടർഗോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടോ നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ ശക്തരായി. പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരാരുണ്ടു 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടൊരു 1 കോടി നിശാചരർ. ദിക്കുകൾ 4 ഉള്ളതിലർദ്ധമുണ്ടുഗ്രതയോടു നടുവു കാത്തിയിടുവൻ. അന്തഃപുരം കാപ്പതിന്നുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലാശാലയും. ലങ്കാവിരചിതാലങ്കാര ഭേദമാതങ്കാവഹം പവയാവല്ലനന്ദനും. തൽപുരം തന്നെ നീളത്തിരഞ്ഞേനഹമ്മൽ പിതാവിൻ നിയോഗേന ചെന്നൻബലൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനൻ. അങ്കുലീയം കൊടുത്ത ചൂടാരത്നമെങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവടങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയൻ പിന്നെ കുറഞ്ഞോരവിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കുന്നിടിനൻ. രക്ഷോവരാത്മജനാകിയ ബാലകനക്ഷാകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ. മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പൊയ്ക്കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ ഗോവേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ. കൊല്ലുക വൈകാതിവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാനഗ്രജൻ തന്നോടു മാതരാൽ. കൊല്ലുമാവില്ല ദൂതന്മാരെയാരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതോ നല്ലതാവുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലുവാൻ വാലതിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോളടിയനും ചുട്ടുപൊട്ടിച്ചേൻ 200 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവ ലങ്കയിലുള്ള പടയിൽ 4 ഒടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടു മിനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുക ശുമം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു കുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്ക് ശങ്കാവഹം. ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേനാഭിപതി. കിങ്കരന്മാർക്കു കൊടുത്തു ദശാനനഹും കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരം പുരുഷപ്രഭോ.
അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സജ്ഞാത കൗതുകം സംഭാവ്യ സാദരം അന്യസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കന്യാവിലോചനാക്കിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേവരും നക്ഷത്രമുത്രാമതും വിജയപ്രദം രക്ഷോജനക്ഷമാം മൂലം ഹരിപ്രദം ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാമാനരന്മാരെ നിയോഗിക്കരംഭപ്രമാതി പ്രമുഖരായുള്ളവർ. മുമ്പിൽ ഞാൻ മാരുതി കണ്ഠഭൂമേറിമൽ പിമ്പേ സുമിത്രാത്മജനങ്കദോപരി സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനം മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലീതാരനും. ചൊല്ലുള്ള വാനരനായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടിപ്പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കിടോ. യുദ്ധാമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. കാത്തു വിളിച്ചു കഴിച്ചു കുളച്ചു രോഗാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം. രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു വരുന്നൊരു വാർധി നടന്നങ്ങടുക്കുന്നത് പോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ രുചിക്കുകയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലാശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും ഉക്കു മഹേന്ദ്രാചലാന്തികേ മേവിന. മാരുതി തന്നെ കണ്ഠദേശേ നിന്നു പാരിയിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ഠാമർന്ന സൗമിത്രിയും പാരിയിലിഴിഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു. വാരാനിധിയെ കടപ്പാൻ ഉപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണാമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുപോവേവാമരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു. മേവിനാൻ ഭവദാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാൾ. നക്തചക്രൗഘഭയങ്കരം എത്രയും ഉഗ്രം വരുണാലയം ഭീമനീശ്വരം. അത്യുന്നതതരം ഗാഢ്യമഗാധമിതുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളോ മന്ദബുദ്ധ്യാരാമപാർശ്വേ മരുവിനാൾ. ചന്ദ്രനുമപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയക്രോധലോപാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ. സംഭവിക്കുന്നിതോ ദേഹാഭിമാനിനം കിംബരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരാത്മാ പരമ്പുമൻ മായാഗുണങ്ങളിൽ സംഗതനാകയൽ
മായാവിമോഹിതന്മാർക്കു തോന്നും മൃത ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതും ഒക്കെയോർത്താല ബുധന്മാരുടെ മതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.